ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാൻ ഗീവറീസ് അച്ഛൻ. ഞാൻ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വരുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യ മഹാരാജ് നടന്ന ഒരു സംഭവവാസ്തയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അത് മറ്റൊന്നുമല്ല, ഛത്തീസ്ഗഡിലെ 2 കന്യാസ്ത്രീകൾ മനുഷ്യക്കടത്തിൻ്റെയും മതപരിവർത്തനത്തിൻ്റെയും പേരിൽ അവിടുത്തെ നിയമം അനുസരിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അവർ ജയിലിലടയ്ക്കപ്പെട്ടു, അവർക്ക് ജാമ്യം നിഷേധിക്കപ്പെട്ടു. ഇതിൻ്റെ അലയോലി ഇങ്ങ് കേരളത്തിലാണ് ഉണ്ടായത്. ഭയങ്കരമായ വിധത്തിൽ ഇവിടെ പ്രതിഷേധങ്ങളും ഇവിടെ സമ്മേളനങ്ങളും ജാഥകളും ഒക്കെ മത മേലധ്യക്ഷന്മാരുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ ഇവിടുത്തെ UDF LDF സംവിധാനങ്ങളുടെ നേതൃത്വത്തിൽ നടത്തുന്നത് കാണുമ്പോൾ സാമാന്യ ബുദ്ധിയോടുകൂടി രാഷ്ട്രീയത്തെ കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ചിരി വരാറുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൻ്റെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ താൻ ചിരിക്കുമോ എന്ന് നിങ്ങൾക്ക് തിരിച്ചു ചോദിക്കാം. ഒരിക്കലുമില്ല. മറിച്ച് ഇവിടെ ചിരി വന്നത് അവർ ജയിലിൽ കിടക്കുന്നുകൊണ്ടല്ല, മറിച്ച് ഇവിടുത്തെ ഇടത് വലത് മുന്നണികളുടെ രാഷ്ട്രീയ താല്പര്യം ഇതിൻ്റെ പിന്നിൽ എന്താണ് എന്ന് മനസ്സിലായതുകൊണ്ടാണ്. കുറച്ച് നാളുകളുടെ കഴിയുമ്പോൾ ഇവിടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഈ 2 സംവിധാനങ്ങളിലും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടെ അടിസ്ഥാന അടിവേരുകളായ ക്രിസ്ത്യൻ വോട്ടുകളിൽ വലിയ തോതിൽ വിള്ളൽ വീണിട്ടുണ്ട് എന്ന് അവർ മനസ്സിലാക്കി അവർ അതിനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തപ്പോൾ ആ സമയത്ത് അവർക്ക് വീണ് കിട്ടിയൊരു അവസരമാണിത്. അല്ലാതെ ലോകം മുഴുവൻ കോങ്കോയിലും നൈജീരിയയിലും സിറിയയിലും ഇറാഖിലും ഇറാനിലും ഇസ്രായേൽ പോലും പതിനായിരക്കണക്കിന് ക്രിസ്ത്യാനികൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. തുർക്കിയിൽ ഒക്കെ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇവിടുത്തെ LDF നേതാക്കന്മാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇവിടുത്തെ മത മേലധ്യക്ഷന്മാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മറിച്ച് ഇസ്രായേലിൽ വെറുതെ നിന്ന സിവിലിയൻസിൻ്റെ പുറത്തോട്ട് ഹമാസ് തീവ്രവാദികളും മതം മാത്രം ചൊരിഞ്ഞുകൊണ്ട് വെടിയുതിർക്കുകയും പിടിച്ചുകൊണ്ട് പോവുകയും മൃഗീയമായി റേപ്പ് ചെയ്ത് കൊല്ലുകയും ചെയ്തിട്ടുള്ള പാവപ്പെട്ട മനുഷ്യരെ, അവരുടെ കണ്ണുനീര്, അവരുടെ ബന്ധുമിത്രാദികളുടെ കണ്ണുനീരിനെ കുറിച്ചോ ഇവിടുത്തെ മേലധ്യക്ഷന്മാർ എന്തെങ്കിലും പറഞ്ഞോ? ഇവിടുത്തെ രാഷ്ട്രീയക്കാരെന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. പകരം ഇസ്രായേലിനെതിരെ പറഞ്ഞു. വെറുതെ ഇരുന്ന ഇസ്രായേലിനെ കയറി ചൊറിഞ്ഞ് അവരുടെ നിന്ന് തല്ല് മേടിച്ച് അവരുടെ നിന്ന് കിട്ടാവുന്ന ഉപദ്രവം മുഴുവൻ മേടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഹമാസിന് വേണ്ടി വാദിക്കുവാൻ ഇവിടെ ആളുണ്ട്. ലോകം മുഴുവൻ കൊല്ലപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഒരു വാക്ക് പറയാൻ ഇവിടുത്തെ ഒരു മതമേലധ്യക്ഷനോ ഇവിടുത്തെ ക്രിസ്തീയ മതമേലധ്യക്ഷന്മാരുടെ കാര്യം ഞാൻ ഉദ്ദേശിച്ചത്, ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കോ സാധിക്കുന്നില്ല. ഇതിനു മുമ്പ് പല പുരോഹിതന്മാരെയും കന്യാസ്ത്രീകളെയും പാസ്റ്റർമാരെയും നോർത്ത് ഇന്ത്യയിൽ കൊല്ലപ്പെടുകയോ അകത്ത് പിടിച്ചിടുകയോ കുറ്റകൃത്യം ചാർത്തി അവരെ ജയിലിലടക്കുകയോ ചെയ്തിട്ടുണ്ട്. അന്നൊന്നും കേരളത്തിൽ ഇത്രയും വലിയ പ്രതിഷേധം ഞാൻ കണ്ടില്ല. ഇപ്പം ഈ പ്രതിഷേധം സംഘടിപ്പിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാന കാരണം ഇവിടുത്തെ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ അവർക്ക് വോട്ട് മാത്രം ചെയ്യുന്ന, അവരെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ മാത്രം വിനിയോഗിക്കപ്പെട്ട ക്രിസ്ത്യൻ സമൂഹം കുറേ കാലമായി കോൺഗ്രസിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് വഖഫ് വിഷയമൊക്കെ വന്ന സമയത്ത് കോൺഗ്രസ് എടുത്ത നിലപാടുകൾ, ഈ വഖഫ് നിയമം കൊണ്ടുവന്നതാരാണ്? ഇവിടുത്തെ കോൺഗ്രസ്സുകാരാണ്, ഇവിടുത്തെ കോൺഗ്രസ് സർക്കാരുകളാണ്. ലോകത്തെങ്ങും ഒരു ജനാധിപത്യ പരിഷ്കൃത സമൂഹത്തിന് ചേരാത്ത വിധത്തിലുള്ള വഖഫ് നിയമം കൊണ്ടുവന്ന് കൊടുത്തവരാണ്. ഛത്തീസ്ഗഡിൽ ആ സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ദീർഘകാലം ഭരിച്ചു കോൺഗ്രസ് സർക്കാർ. അവർ കൊണ്ടുവന്ന നിയമമാണ് ഇപ്പോൾ കന്യാസ്ത്രീകൾക്കെതിരെ അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ഛത്തീസ്ഗഡിൻ്റെ മുൻ മുഖ്യമന്ത്രിയും അവിടുത്തെ കോൺഗ്രസ് നേതൃത്വമോ ഈ സംഭവത്തിനെതിരെ ഖമാന്നൊരക്ഷരം വേണ്ടിയിട്ടില്ല. പിങ്കിമോക്കും പപ്പുമോനും ഒക്കെ പാർലമെൻറ്റിൽ എന്തെങ്കിലുമൊക്കെ പറയാനൊരു അവസരം കിട്ടി എന്നതിലപ്പുറത്തേക്ക് കോൺഗ്രസിന് ഇതിനകത്ത് യാതൊരു ആത്മാർത്ഥതയും ഈ കാര്യത്തിലില്ല. കാരണം അവർ കൊണ്ടുവന്ന നിയമങ്ങൾ തന്നെയാണ് ഇവിടുത്തെ ന്യൂനപക്ഷമായിരിക്കുന്ന ക്രിസ്ത്യാനികൾക്കെതിരെ പലപ്പോഴും പ്രയോഗിച്ചിട്ടുള്ളത്. അല്ലാതെ ഇവിടുത്തെ BJP സർക്കാർ കഴിഞ്ഞ 10 കൊല്ലത്തോളമായിരുന്നിട്ട് ക്രിസ്ത്യാനികൾക്കെതിരെ ഒരു നിയമം പാസ്സാക്കിയിട്ടില്ലൂടെ. അതുപോലെ തന്നെ ഗോവധ നിരോധനം കൊണ്ടുവന്നത് ഇവിടുത്തെ കോൺഗ്രസ് സർക്കാരുകളാണ്, BJPയോ RSSO ഒന്നും അല്ല. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നുമില്ല. കാരണം രാഷ്ട്രീയത്തെക്കുറിച്ചും രാഷ്ട്രത്തിൻ്റെ മുൻകാല ഭരണ സംവിധാനങ്ങളും നിയമം പാസ്സാക്കിയിട്ടുള്ള കാലഘട്ടങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചാൽ അത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പിന്നെ ബജറംഗ് ദൾ അതൊരു പക്ക ഗുണ്ടായിസമുള്ള, അല്ലെങ്കിൽ അവരുടെ സംവിധാനങ്ങൾ വളർത്താൻ വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു സംവിധാനമാണ് ബജറംഗ് ദൾ.
ആ സംവിധാനം ഇവിടെ ക്രിസ്ത്യാനിയെ ഉപദ്രവിക്കും, ഹിന്ദുക്കളെ ഉപദ്രവിക്കും, മുസ്ലിങ്ങളെ ഉപദ്രവിക്കും. കാരണം അത് ഒരു ചില അജണ്ടയുടെ പുറത്ത് മാത്രം വളരുന്നതാണ്. പിന്നെ കുറച്ച് ഹിന്ദു മത തീവ്രവാദ ചിന്താഗതികൾ, ഹിന്ദുത്വ തീവ്രവാദം എന്ന് ഞാൻ പറയുന്നില്ല, ഹിന്ദു മത തീവ്രവാദ ചിന്താഗതികളുള്ള കുറേ പോസ്റ്റുകൾ ഞാൻ വായിച്ചു. അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവിടുത്തെ ഹിന്ദുക്കളുടെ ഇടയ്ക്ക് മാത്രമേ ക്രിസ്ത്യൻ സുവിശേഷകരും അതുപോലെ തന്നെ കന്യാസ്ത്രീമാരും ഒക്കെ പ്രവർത്തിക്കുന്നുള്ളൂ. വടക്കേ ഇന്ത്യയിൽ ധാരാളം മുസ്ലിങ്ങൾ പാവപ്പെട്ടവരുണ്ട്, അവരുടെ ഇടയ്ക്ക് പ്രവർത്തിക്കാത്ത എന്താന്ന്. ഈ കേരളത്തിന് പുറത്തു പോകാത്ത കുറേ പേര് എഴുതിയിരിക്കുന്ന കാര്യം ഞാൻ കണ്ടത്. ഞാൻ കേരളത്തിന് പുറത്ത് കുറച്ചു കാലം ഉണ്ടായിരുന്നുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യവുമായതുകൊണ്ടും അവിടെ മുസ്ലിങ്ങളെന്നോ ഹിന്ദുക്കളെന്നോ വ്യത്യാസമില്ലാതെയാണ് അവിടെ പ്രവർത്തിക്കുന്ന ജെസ്യൂട്ട് ഫാദേഴ്സ്, അതുപോലെ തന്നെ അവരുടെ സിസ്റ്റേഴ്സ്, ഈ എന്താ പറയുക നമ്മുടെ മദർ തെരേസ വിഭാഗത്തിൽപ്പെട്ട സിസ്റ്റേഴ്സും ഒക്കെ പ്രവർത്തിക്കുന്നത്. അല്ലാതെ അവിടെ വരുന്ന ഹിന്ദുക്കളെ മതപരിവർത്തനം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളിവിടെ കെട്ടിടം പണിതിരിക്കുന്നതും അവർക്ക് മാത്രമേ സഹായം ചെയ്യുള്ളൂ എന്നൊന്നുമില്ല. അവിടെ വരുന്നത് പാവപ്പെട്ട ഒരു മുസ്ലിം ആണെങ്കിൽ അവൻ നിവൃത്തിയില്ലാത്തവനാണ്, അവന് കൊടുക്കും, അവനെ സഹായിക്കും. ഒരു ക്രിസ്ത്യാനിക്ക് അവർ കൊടുത്തില്ലെങ്കിലും ഒരു ഹിന്ദുവിനും ഒരു മുസൽമാനും അവർ കൊടുക്കാറുണ്ട്. തിരിച്ച് കിട്ടുന്നത് തല്ല ചവിട്ടാണെങ്കിലും. പിന്നെ ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട സിസ്റ്റേഴ്സ് ആയിരുന്നാലും ജെസ്യൂട്ട് ഫാദേഴ്സ് ആയിരുന്നാലും മറ്റിതര ക്രൈസ്തവ സംവിധാനങ്ങളായിരുന്നാലും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാതെ അവർക്കുള്ളതും കൂടി എടുത്ത് മറ്റുള്ളവർക്ക് കൊടുത്ത് തല്ല് മേടിക്കുന്ന ഒരനുഭവം ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ഇവർ ആ പറഞ്ഞ കുറേ ആളുകൾ എഴുതിയിരിക്കുന്നതിനകത്ത് കണ്ടു, അതിനനുസരിച്ചുള്ള മറുപടി ഞാൻ അവരോടും പറയാം. ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യങ്ങളിൽ പോയി ഭഗവത്ഗീതയായിട്ടും ഹൈന്ദവ സിദ്ധാന്തങ്ങളുടെ ലേഖനങ്ങളായിട്ടും ഒക്കെ നിങ്ങൾ വിതരണം ചെയ്യുന്നത് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. എന്ത് മുസ്ലിം രാജ്യങ്ങളിൽ നിങ്ങൾ പോകാത്ത? അങ്ങനെയാണെങ്കിൽ 56 മുസ്ലിം രാജ്യങ്ങൾ ലോകം മുഴുവൻ ഉണ്ടല്ലോ, അവിടെയൊന്നും പോയി നിങ്ങൾക്ക് ഭഗവത്ഗീതയുടെ സന്ദേശമോ മറ്റ് ഹൈന്ദവ തത്വചിന്തകളോ ഒന്നും പ്രചരിപ്പിക്കണ്ടേ? അപ്പം ഞങ്ങൾ മാത്രമല്ല, നിങ്ങളും തല്ലുകൊള്ളാത്ത മേഖലകളെ തേടി നിങ്ങളും പോകുന്നുണ്ട്. അത് നിങ്ങളും മനസ്സിലാക്കണം. എന്തേ മതാമൃതാനന്ദമായി അങ്ങനെയാണെങ്കിൽ സൗദി അറേബ്യയിൽ പോയി ഒരു ക്യാമ്പയിൻ നടത്താത്തത് എന്താ? എന്ത് യമനിൽ പോയി ഒരു ക്യാമ്പയിൻ നടത്താത്തത്? ഖത്തറിൽ പോയി ഒരു ക്യാമ്പയിൻ നടത്താത്തത്? അവർ അമേരിക്കയിലും യൂറോപ്പിലും മാത്രമായിട്ട് എന്താ അങ്ങനെയാണ് പോകുന്നത്? അപ്പം ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് ചോദിക്കുന്ന അതേ ചോദ്യങ്ങളുടെ 100 ചോദ്യം തിരിച്ചങ്ങോട്ട് ചോദിക്കാണ്ട്. പിന്നെ വടക്കേ ഇന്ത്യയിലടക്കമുള്ള ആദിവാസി ഷെഡ്യൂൾ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഈ പറഞ്ഞിട്ടുള്ള കന്യാസ്ത്രീകളാകാം, വൈദികരാകാം, മറ്റ് ആളുകളാകാം, ഇവരൊക്കെ അവിടെ പ്രവർത്തിച്ചത് മുഴുവൻ മതം മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണെങ്കിൽ ഇന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന വ്യക്തി പണ്ടേ ക്രിസ്ത്യാനിയായനെ. അയാൾ പഠിച്ചത് എവിടെയാ? അയാൾ ഏത് കോൺവെൻറ്റ് സംവിധാനത്തോട് ചേർന്ന് നിന്നാ പഠിച്ചതും കോൺവെൻറ്റ് സ്കൂളുകളിൽ നിന്നാ പഠിച്ചതുമൊക്കെ. എന്നിട്ട് അയാൾ ഇന്നും ഹൈന്ദവ സിദ്ധാന്തത്തിൽ തന്നെയല്ലേ? അയാൾ ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളല്ലേ? അയാളും വളർന്നു വന്നത് വായിൽ വെള്ളിക്കരണ്ടി ആയിട്ടല്ലല്ലോ, ദാരിദ്ര്യത്തിലും പ്രയാസത്തിലും ഒക്കെ അല്ലേ ഉള്ളത്. അയാൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു, അതേ അവിടെ അവർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് തിരിച്ചറിയാൻ ഇവിടുത്തെ സംഘപരിവാർ സംഘടനകൾക്കും കഴിയുന്നില്ല. മതപരിവർത്തനം മാത്രം ലക്ഷ്യമാക്കിയായിരുന്നു പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഛത്തീസ്ഗഡ് ഇന്ന് ക്രിസ്ത്യൻ ഭൂരിപക്ഷ ഒരു സംസ്ഥാനമായി മാറിയനെ. അത് അല്ല ഇവിടുത്തെ മുൻനിര അപ്പോസ്തോലിക സഭകളുടെ ലക്ഷ്യമെന്നത് എല്ലാവർക്കും അറിയാവുന്ന കുറേ പെന്തിക്കോസ് കൾട്ട് വിഭാഗങ്ങളുണ്ട്. അതിലൊരുത്തൻ നിന്നുകൊണ്ട് പറയുന്നത് ഞാനും കേട്ടതാണ്. വാരാണസിയിലാന്ന് തോന്നുന്നു, അവിടെ എങ്ങാണ്ട് ഒരു മലയാളി ഒരുത്തൻ, അവനൊന്നും വെളിവില്ലാത്തവനാണ്, അവനൊക്കെ ബോധമില്ലാത്തവനാണ്. അവൻ പറയുന്നത് യേശുക്രിസ്തു പറഞ്ഞുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ്. അത് മതഭ്രാന്താണ്. ആ മതഭ്രാന്തിൽ എല്ലാ ക്രിസ്ത്യാനികളും ഇല്ല സുഹൃത്തുക്കളെ, ആ മതഭ്രാന്തിൽ എല്ലാ ക്രിസ്ത്യാനികളും ഇല്ല. നിങ്ങൾ ലോകം മുഴുവൻ നടന്ന് കടലും കരയും കടന്ന് നിങ്ങളുടെ മതത്തിലേക്ക് ആളെ ചേർക്കുകയും അതിനുശേഷം അവരുടെ അവസ്ഥ ആദ്യത്തേനേക്കാൾ കഷ്ടമാക്കി അവരെ നരയോഗ്യരാക്കി തീർക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാവരുമെന്ന് കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്നും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ ക്രിസ്ത്യൻ സമൂഹത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും പാർശ്വവൽക്കരിക്കപ്പെട്ട് തന്നെ നിൽക്കുന്നത്, ഇസ്ലാമിക സമൂഹത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ പാർശ്വവൽക്കരിക്കപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരേണ്ടത് മതം മാറ്റിയിട്ടല്ല, മതമല്ല മനസ്സാണ് മാറേണ്ടത്. നന്മയിലേക്ക് അവരുടെ മനസ്സാണ് നയിക്കപ്പെടുന്നത്. ലോകം മുഴുവൻ പോയി നിങ്ങൾ എൻ്റെ വചനം പറയാനേ പറഞ്ഞിട്ടുള്ളൂ, വചനം പറയുകയും അത് അംഗീകരിച്ച് ആരെങ്കിലും വരാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ സ്വീകരിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം ഒരു ഉന്നത ചിന്താഗതിയുള്ള എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്.
അപ്പോൾ ഹിന്ദുക്കളായിട്ടുള്ള സന്യാസിമാരും മറ്റുള്ളവരും പോയി യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയിലും പോയി അവരുടേതായ രീതി മതപ്രചരണം നടത്തുന്നില്ലേ? അതൊരു പരിഷ്കൃത സമൂഹമായതുകൊണ്ട് ആ പരിഷ്കൃത സമൂഹത്തിൽ അവിടെ അത് സ്വീകരിക്കുകയോ തള്ളുകയോ ചെയ്യാം. അതുപോലെ തന്നെ സുവിശേഷ പ്രചരണം ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നടത്താനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. സുവിശേഷ പ്രചരണം നടത്തുക തന്നെ ചെയ്യാം. അപ്പോൾ ആ ചെയ്യുമ്പോൾ ഇഷ്ടമുണ്ട് സ്വീകരിച്ചാൽ മതി, ഇല്ല തള്ളിക്കളയാം. പക്ഷെ സുവിശേഷം പറയാൻ പാടില്ല, ബൈബിൾ കൈവശം വെക്കാൻ പാടില്ല, ബൈബിൾ വിതരണം ചെയ്യാൻ പാടില്ല എന്ന വിധത്തിൽ സംഘപരിവാർ സംഘടനകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷേ ഇവിടെ ബജറംഗദൾ എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അവർ കുറ്റവാളികളല്ല എങ്കിൽ അവരെ പിടിച്ചകത്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നിയമയുദ്ധം നടത്തി അവിടെ സത്യം പുറത്തു കൊണ്ടുവരേണ്ടത് ഉത്തരവാദിത്തമുണ്ട്. ഇന്ത്യ മഹാരാജ്യത്ത് ഹിന്ദുക്കളുടെ 4 തലവന്മാരിൽ ഒരാളെ പിടിച്ചകത്തിട്ട സ്ഥലമാണ് ഇന്ത്യ. കാഞ്ചി മഠാധിപതിയെ പിടിച്ചകത്തിട്ട സ്ഥലമാണ് ഇന്ത്യ. അനേക സന്യാസിമാരെ പിടിച്ചകത്തിട്ടിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അതിനകത്ത് ഉന്നത സ്വാധീനങ്ങളുള്ള സന്യാസിമാർ വരെ ഉണ്ടായിരുന്നു. അപ്പം നിയമത്തിന് മുകളിലല്ല ആരും, നിയമത്തിനുള്ളിലാണ്. എന്നാൽ മനുഷ്യന് വേണ്ടിയാണ് നിയമം, നിയമത്തിന് വേണ്ടിയല്ല മനുഷ്യൻ. ഈ ചിന്ത നമുക്കുണ്ടാകണം. ഇപ്പം നമ്മുടെ രാജ്യത്തെ കോടതികളൊക്കെ പലപ്പോഴും കോമഡികളായി തീരാറില്ലേ? കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതി പറയുന്നത് കേട്ടു, ഇവിടുത്തെ പട്ടികളെ മുഴുവൻ പിടിച്ച് മൃഗസേനയിലേക്ക് നൽകിയേക്കാം, നിങ്ങൾ കൊണ്ടുപോയി വളർത്തിക്കൊള്ളാൻ. അതേ കോടതി ഇന്നലെ പറയുന്നത് കേട്ടു, ദയാവധം പോലും പട്ടിക്ക് കൊടുക്കാൻ പാടില്ലെന്ന്. അപ്പോൾ ഇത് കോമഡിയല്ലേ? അതായത് മനുഷ്യനെ ഉപദ്രവിച്ച് പേ പിടിച്ചും രോഗം പിടിച്ച് നടക്കുന്ന പട്ടികളെ പിടിച്ച് കുത്തിവെച്ച് കൊന്ന് മറ്റു പട്ടികളെ ആരോഗ്യത്തോടെ അതിൽ നടക്കുന്നതിനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നതിന് പകരം ദയാവധം നടത്താൻ പാടില്ല പട്ടികളെ ഓർത്ത്. കോഴിയിറച്ചി തിന്നാം, മീൻ തിന്നാം, പശുവിനെയും പോത്തിനെയും ആടിനെയും ബാക്കിയെല്ലാം കണ്ടുപിടിച്ചാൽ മൃഗങ്ങളെ മുഴുവൻ കൊന്നു തിന്നാമെങ്കിൽ ഈ മനുഷ്യന് ഉപദ്രവകരമായിട്ടും അവരുടെ പട്ടികൾക്ക് തന്നെ ഉപദ്രവകരമായി തീരുന്ന വിധത്തിൽ പേ പിടിക്കുന്ന പട്ടികളെയും അതുപോലെ തന്നെ മറ്റ് മൃഗങ്ങളെ ഉപദ്രവിക്കുക, മനുഷ്യരെ ഉപദ്രവിക്കുകയും ചെയ്യുന്നതും രോഗാവസ്ഥ വന്നിട്ട് സ്വയം വെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത പട്ടികളെയും ഒന്ന് ദയാവധം ചെയ്യാൻ അത് പാടില്ല. പിന്നെ എന്ത് ചെയ്യും? ഒരിടത്ത് കോടതി ഒന്ന് പറയും, തൊട്ടപ്പുറം മാറി വേറൊന്ന് പറയും. ഇതാണ് ഇന്ത്യയിലെ മിക്ക കോടതികളുടെ ഒരവസ്ഥ. കോടതികളും രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്, കോടതികളും സ്വാധീനത്തിൽ വഴങ്ങപ്പെട്ടിട്ടുണ്ട്. ഇത് പരിശോധിക്കേണ്ടത് ആരോഗ്യപരമായ രാഷ്ട്രീയ സംവാദങ്ങളിലൂടെയാണ്. അല്ലാതെ ഇന്ന് കേരളത്തിൽ നടക്കുന്ന പോലെ അവസരങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി ഈ രാജ്യത്ത് മാത്രമല്ല ലോകം മുഴുവൻ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടു, ഉപദ്രവിക്കപ്പെടുന്നുണ്ട്, കൊല്ലപ്പെടുന്നുണ്ട്. എന്താ ഇവിടുത്തെ കോൺഗ്രസ്സുകാരൊന്നും പറയാതെ? ഇവിടുത്തെ നിയമങ്ങളിൽ പലതും ഉണ്ടാക്കിയത് ഇവിടുത്തെ BJP സർക്കാരല്ല, ഇവിടുത്തെ കോൺഗ്രസ്സുകാരാണ്. ഇവിടുത്തെ കോൺഗ്രസ് സർക്കാരുകളാണ് കാലാകാലങ്ങളിൽ ഇവിടുത്തെ നിയമങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത്. അതായത് അവർ അധികാരത്തിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഈ നിയമം നടപ്പിലാക്കിയ BJP സർക്കാരാകട്ടെ അല്ലെങ്കിൽ മറ്റൊരു സർക്കാരാകട്ടെ അവരെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥ. അതിന് ഇവിടെ ഇന്ത്യയിൽ ലോകത്ത് ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടാലോ കേരളത്തിൽ അവർക്ക് അവകാശപ്പെട്ട ന്യൂനപക്ഷ സംവരണത്തിൻ്റെ അവകാശം അവർക്ക് നിഷേധിച്ചാലോ ഇടതുപക്ഷത്തിനും വേണ്ടണ്ട, കോൺഗ്രസിൻ്റെ നേതൃത്വമുള്ള UDF-നും വേണ്ടണ്ട, ഒന്നും വേണ്ടണ്ട. ന്യൂനപക്ഷ അവകാശം ഒരു ന്യായവുമില്ലാത്ത വിധത്തിൽ 80:20 ഒരു കാര്യത്തിനകത്ത് അതിനെക്കുറിച്ച് ഇവിടെ UDF-നും LDF-നും വേണ്ടാട്ടമില്ല. ക്രിസ്ത്യാനികൾക്കും കൂടി അവകാശപ്പെട്ട കേരളത്തിലെ ന്യൂനപക്ഷ അവകാശങ്ങൾ ഒരു ഭാഗം മാത്രം മൃഗീയമായി കൊണ്ടുപോകുമ്പോഴും ഇവിടുത്തെ LDF-നും UDF-നും അതിനെക്കുറിച്ച് ഒന്നും ഉണ്ടായില്ല. ലോകം മുഴുവൻ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, ക്രിസ്ത്യാനിയായിരിക്കുന്നവൻ യേശുക്രിസ്തുവിന് വേണ്ടി അപമാനം സഹിക്കാനും പീഡ സഹിക്കാനും കൊല്ലപ്പെടാനും തയ്യാറായി വരുന്നവനാണ്. അല്ലാതെ അരമനകളിലിരുന്നും അമ്പരചുംബികളായ കെട്ടിടങ്ങളിലെ AC റൂമുകളിലിരുന്നും സൂഹിക്കാൻ വേണ്ടി വരുന്നവനല്ല. അവൻ പൊതുപ്രവർത്തനത്തിനങ്ങ് പൗലോസ് ലീഹന്മാർ, എത്രയോ പിതാക്കന്മാർ, ഇവരൊക്കെ പീഡകൾ സഹിച്ചു കൊല്ലപ്പെട്ടു. പൗലോസ് ലീഹ പറയുന്നുണ്ട്, ഒന്നും ഒഴിയാതെ 40 തല്ല് ഞാൻ മേടിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ നിയമത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ നിയമപരമായാണ് അതിനെ നേരിടേണ്ടത്. ആ നിയമം കൊണ്ടുവന്നവർ തന്നെ, അതാ കോൺഗ്രസ്സുകാരായ നിയമം കൊണ്ടുവന്നത് അവർ തന്നെ. എന്നിട്ട് ഇവിടെ കടന്നുകൊണ്ട് ആളുകളെ കൂടെ നിർത്താൻ വേണ്ടി കാണിക്കുന്ന ഗോഷ്ഠിയിൽ ഇവിടുത്തെ മത മേലധ്യക്ഷന്മാർ ചെന്ന് തലവെച്ച് കൊടുക്കുന്നു. ഇടതുപക്ഷം
അതിനകത്തുനിന്ന് തമ്മിലിടിക്കുന്നതിനകത്തുനിന്ന് ചോര കുടിക്കാൻ നിൽക്കുന്ന അവസ്ഥയിൽ അവരുടെ രീതിയിൽ ഉപയോഗിക്കുന്നു. ഇതിനകത്തൊക്കെ മതമേലധ്യക്ഷന്മാർ കൊണ്ട് തലവെച്ച് കൊടുക്കുക. ആദ്യം നിങ്ങൾ മതമേലധ്യക്ഷന്മാരോട് തന്നെ എനിക്ക് പറയാനുള്ളൂ, ലോകം മുഴുവൻ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഒരു വാക്കുകൊണ്ടെങ്കിലും പ്രത്യാശ ഉണ്ടാകുന്ന വിധത്തിൽ പ്രതികരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. 2 കന്യാസ്ത്രീകൾ അവിടെ അകത്തിടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് നിയമ സംവിധാനങ്ങൾ ശക്തമായ രാജ്യത്ത് കീഴ്ക്കോടതി കിട്ടിയില്ലെങ്കിൽ ഹൈക്കോടതി കിട്ടും, ഹൈക്കോടതി കിട്ടിയില്ല സുപ്രീം കോടതി കിട്ടും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിയമ പോരാട്ടം നടത്തുന്നതിന് പകരം ഇവിടെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി BJP എന്ന രാഷ്ട്രീയ പാർട്ടിയോട് ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹം അടുക്കുന്നതിനെ തടയാനായിട്ട് കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ചിന്തകളിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങളെ പ്രാവർത്തികമാക്കുന്ന നേതാക്കന്മാരായി മതമേലധ്യക്ഷന്മാർ മാറരുത്. ഇവിടുത്തെ സംഘപരിവാർ സംഘടനകളിൽ തീവ്ര സ്വഭാവമുള്ള സംവിധാനങ്ങളില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, ഉണ്ട്, 100% അതിൻ്റെ അവരുടെ പല ലേഖനങ്ങളും ഞാൻ വായിച്ചതിനകത്തൊക്കെ വിദ്വേഷത്തിൻ്റെതായ വെറുപ്പിൻ്റെതായ ചില നല്ല ആശയങ്ങൾ നല്ല ആശയം എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചുള്ള നല്ല ആശയങ്ങൾ അവർ പ്രചരിപ്പിക്കുന്നുമുണ്ട്. പക്ഷേ അതിനെ പ്രകോപനപരമായിട്ട് നേരിടുന്നതിന് പകരം ഈ നിയമം കൊണ്ട് നേരിട്ട് അതിനുശേഷം ഈ നിയമം കൊണ്ടുവന്നവരെയാണല്ലോ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത്. അത് കോൺഗ്രസ് അവിടെ കൊണ്ടുവന്ന് രാജ്യം ഭരിച്ച പാർട്ടി അവരാണ് പല നിയമങ്ങളും ഇവിടെ കൊണ്ടുവന്നത്. ആ നിയമങ്ങൾ എടുത്തിട്ട് തന്നെ അവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ ഇന്ന് അതാത് കാലങ്ങളിൽ ഇരിക്കുന്ന സർക്കാരുകൾ പ്രയോഗിച്ചിട്ടുള്ളതും. അതാദ്യം മനസ്സിലാക്കുക. അടുത്ത കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഇരട്ടത്താപ്പിനകത്ത് ചെന്ന് തലവെച്ച് കൊടുക്കാണ്ടിരിക്കുക. ആർജവത്വത്തോടുകൂടി സ്വന്തം ജനം ലോകത്ത് എവിടെയായിരുന്നില്ല ഇടയന്മാർക്ക് ഒരുപോലെയാണ്. അവർ സ്വന്തം ജനത്തെ കൊല്ലുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ പള്ളികളിൽ ഒരു പ്രാർത്ഥനാഹ്വാനം ചെയ്താൽ പോരെ? അതുപോലും ചെയ്യാൻ തയ്യാറല്ലല്ലോ. എല്ലാ പള്ളികളിലും നമ്മുടെ സഹോദരങ്ങളായ ലോകം മുഴുവൻ പീഡിപ്പിക്കപ്പെടുകയും കൂട്ടക്കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്നത് കാണുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയാനുള്ള ആർജവത്വം നമ്മുടെ സഭകൾ പലപ്പോഴും കാണിക്കാറില്ല. 2 കന്യാസ്ത്രീകളെ നിയമ സംവിധാനം ശക്തമായ രാജ്യത്ത് നിയമത്തിൻ്റെ വഴിയിലൂടെ പിടിച്ചകത്തിട്ടപ്പോൾ ആ നിയമത്തിൻ്റെ വഴിയിലൂടെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് പകരം അവർ തെറ്റിയിട്ടില്ലെങ്കിൽ 100% അവർ നിരപരാധികളാണെങ്കിൽ തീർച്ചയായും അവർ ശിക്ഷയിൽ നിന്ന് പുറത്തു വരേണ്ടവരാണ്. അതിന് തർക്കമൊന്നുമില്ല. അത് ബജരംഗദളിൻ്റെ ഭീഷണിക്കൊന്നും വഴങ്ങേണ്ട കാര്യം ആ കാര്യത്തിലില്ല. അല്ലെങ്കിൽ ഇവിടുത്തെ സംഘപരിവാർ സംഘടനയിലെ തീവ്ര സ്വഭാവമുള്ള സ്വഭാവത്തിൻ്റെ വാക്കുകൾക്ക് വഴങ്ങേണ്ട കാര്യമില്ല. ചില വേഷകലകളുണ്ട്, അവർ പലതും പ്രസംഗിക്കും. അവരുടെ പ്രസംഗത്തിനൊക്കെ ഒരു എന്താ പറയുക, നായ്ക്കാട്ടത്തിൻ്റെ വില പോലും ഇവിടുത്തെ അവരുടെ തന്നെ സമുദായം കൊടുക്കുന്നില്ല. പിന്നെ എന്തിനാണ് നമ്മൾ അവരെ ഭയപ്പെടുന്നത്? അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ ഇവിടെ അവസരം വന്നപ്പോൾ കേക്കും കൊണ്ട് ഇനി ഇങ്ങോട്ട് വാ, അലിവായും കൊണ്ട് ഇങ്ങോട്ട് വാ എന്നൊന്നും പറയുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഈ അലിവായും കേക്കും ഒക്കെ കൊണ്ടുവരുന്നത് ഒരു സൗഹൃദം സമ്പാദിച്ചെടുക്കുക എന്ന ലക്ഷ്യം കൂടിയാണെങ്കിൽ അതിനെ പുറംകാല് കൊണ്ട് ചവിട്ടി തെറിപ്പിച്ച് കളയുക എന്നതല്ല ഇവിടെ. ഇതിനകത്ത് മതമേലധ്യക്ഷന്മാർക്കും മറ്റാളുകൾക്കും സ്വാർത്ഥവും വ്യക്തിപരമായ പല താല്പര്യങ്ങളുമുണ്ട്. ആ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് ഇവിടുത്തെ ഇടത് വലത് മുന്നണികളിലൂടെയാണ്. കാരണം വെച്ചാൽ അവരാണ് കാലാകാലങ്ങളിൽ ഭരണത്തിലിരുന്നിട്ടുള്ളത്, അവർക്കറിയാം പല കാര്യങ്ങളും. അപ്പോൾ അവരെ സോപ്പിട്ട് നിന്നില്ലെങ്കിൽ പലതും പുറത്തേക്ക് ചാടിപ്പോവും. ഇതൊക്കെയാണ് കേരളത്തിലടക്കം അനേക കന്യാസ്ത്രീകൾ സ്വന്തം സമുദായത്തിൽ കൊല്ലപ്പെട്ടിട്ടില്ലേ? അവർക്ക് വേണ്ടിയിട്ട് ഒരു ജാഥ നയിക്കാനോ ഒരു പ്രതിഷേധ പ്രകടനം നടത്താനോ സത്യസന്ധ അന്വേഷണം വേണമെന്ന് പറയാനോ ഇവിടുത്തെ മതമേലധ്യക്ഷന്മാർ തയ്യാറായിട്ടുണ്ടോ? ഞാൻ വളർത്തുന്ന ആടിനെ ഞാൻ കൊല്ലും, ഞാൻ കറി വെക്കും എന്ന ചിന്തയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. വേറൊരുത്ത പിടിച്ച് കൊന്ന് കറി വെച്ചാൽ മാത്രമേ കുഴപ്പമുള്ളൂ എങ്കിൽ ഒന്നും പറയാനില്ല. അതല്ലെങ്കിൽ നിഷ്പക്ഷമായി നിന്നുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ നിയമം അനുശാസിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ആ കന്യാസ്ത്രീകൾക്ക് ലഭിക്കുന്ന വിധത്തിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക. അല്ലാതെ ഇവിടെ പ്രതിഷേധ പ്രകടനം നടത്തി അതിങ്ങനെ സദാം ഹുസൈനെ തൂക്കിക്കൊന്നപ്പോൾ സ്വന്തം രാജ്യത്തുള്ള ഒരു ആഘോഷവും പടക്കവും പൊട്ടിച്ചു. കേരളത്തിൽ മാത്രമാണ് എന്ത് ചെയ്തത്? ബന്ദ് ഹർത്താലും നടത്തിയത്. ലോകത്ത് അത്തരം ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടത്തുന്ന ആരെയെങ്കിലും ദ്രോഹിച്ചാൽ ഉടനെ പ്രതിഷേധം നടക്കുന്നത് കേരളത്തിലാണ്. അതാണ് ഒരു പ്രത്യേകത. ഈ അവസ്ഥയാണ് ഇവിടെയും സംജാതമായിരിക്കുന്നത്. അതുകൊണ്ട് പ്രതിഷേധിക്കേണ്ടെന്നല്ല, മറിച്ച് പ്രതിഷേധം വേണം. അത് രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുകമായിക്കൊണ്ടായിരിക്കരുത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും, BJPയുടെയും വേണ്ട, കോൺഗ്രസിൻ്റെയും വേണ്ട, CPMൻ്റെയും വേണ്ട, ഒന്നിൻ്റെയും വേണ്ട. ഇവിടുത്തെ വഖഫ് നിയമത്തിനെതിരെ ഇവിടുത്തെ മതമേലധ്യക്ഷന്മാർ ആ മുനമ്പത്ത് കടന്ന്
ചക്രശ്വാസം വഹിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങളുണ്ട്. അവർക്ക് വേണ്ടി നിങ്ങൾ എന്ത് പറഞ്ഞു? എന്ത് കേരളത്തിൽ അങ്ങോളോ ഇങ്ങോളോ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരം ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല? എന്തുകൊണ്ട് കഴിഞ്ഞില്ല? അവ പറ്റാഞ്ഞിട്ടല്ല, ചില താല്പര്യങ്ങൾക്ക് വേണ്ടി വേണ്ടാന്ന് വെച്ചതുകൊണ്ടാണ്. മുനമ്പത്തുള്ളവർ കോടീശ്വരന്മാരല്ല, പള്ളികൾക്കോ സഭയ്ക്കോ സഭാവക സ്വത്തുക്കൾക്കോ സംഭാവന ചെയ്യാൻ സാമ്പത്തിക സ്ഥിതി ഉള്ളവരുമല്ല. സാധാരണക്കാരായ ലേമൻസ്, മീൻപിടുത്തക്കാർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ. അവർക്ക് വേണ്ടി കടന്ന് വേളം വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ചിന്തിച്ചുകൊണ്ടാണോ? 1-2 ബിഷപ്പുമാർ അവിടെ പോയില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എല്ലാ ക്രൈസ്തവ സഭകളിലെയും ബിഷപ്പുമാർക്ക് അതിന് ഉത്തരവാദിത്തമുണ്ടായിരുന്നു. അവർ ചെയ്തില്ല. ഇന്ന് ഓർത്തഡോക്സ് സഭ, യാക്കോബായ സഭ, മർത്തോമ സഭ, CSI സഭ, അതുപോലെ തന്നെ കത്തോലിക് സിറോ മലബാർ സഭ, അതുപോലെ ലത്തീൻ സഭ, ഈ സഭകളെല്ലാം പ്രതിഷേധത്തിലാണ് കന്യാസ്ത്രീകൾക്ക് വേണ്ടിയിട്ട്. നല്ല കാര്യമാണ്. പക്ഷെ ഇതേ പ്രതിഷേധത്തിൻ്റെയും ഇതേ കാഴ്ചപ്പാടിൻ്റെയും ഇതേ ഐക്യത്തിൻ്റെ ഉത്തരവാദിത്വം മുനമ്പത്ത് വഖഫ് നിയമത്തിൻ്റെ പേരും പറഞ്ഞിട്ട് കുടിയിറക്കപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന ആ ജനതയ്ക്കുമുണ്ട്. അവരും ക്രിസ്ത്യൻ സമൂഹത്തിലുണ്ട്, ഈഴവ സമുദായത്തിൽപ്പെട്ടവരുണ്ട്. അവർക്ക് വേണ്ടി നിങ്ങളെല്ലാം കൂടെ സംയുക്തമായിട്ടൊരു പ്രസ്താവനയെങ്കിലും, അവിടെ വരെ പോകണ്ട, ഒരു പ്രസ്താവനയെങ്കിലും ഇറക്കി അവരെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? എല്ലാ മതമേലധ്യക്ഷന്മാരും സഭയെന്ന് അംഗീകരിക്കാത്ത സംഘടനകളായ പെന്തിക്കോസ് വിഭാഗത്തിൽപ്പെട്ട പാസ്റ്റർമാർ തലപ്പത്തിരിക്കുന്നവന്മാരും എല്ലാവരും ചേർന്നിട്ടൊരു സംയുക്ത പ്രസ്താവന. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ സത്യസന്ധവും ആത്മാർത്ഥവുമായ ഒരു സമീപനമല്ല ഉള്ളത്. ഇവിടെ ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ പ്രതിഷേധം സംഘടിപ്പിച്ചാൽ ഛത്തീസ്ഗഡിൽ ജയിലിൽ കിടക്കുന്ന 2 കന്യാസ്ത്രീകൾക്ക് നീതി ലഭിക്കത്തില്ല. ഇവിടെ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയാണ്, ഇടത് വലത് മുന്നണികൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. യാതൊരു തർക്കവും വേണ്ട ഇക്കാര്യത്തിൽ. നീതി ലഭിക്കണം അവർക്ക്, അതിന് തർക്കമൊന്നുമില്ല. ബജറംഗ് ദൾ പോലത്തെ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുടെ പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കപ്പെടാനും പാടില്ല. പക്ഷേ അതുപോലെ തന്നെ അംഗീകരിക്കപ്പെടാൻ പാടില്ലാത്തതാണ് പോപ്പുലർ ഫ്രണ്ട്, SDPI പോലുള്ള സംഘടനകളുടെ പ്രവർത്തനങ്ങളും. ജോസഫ് മാഷിൻ്റെ കൈവെട്ടി SDPI പ്രവർത്തകരും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും ഒക്കെ ചേർന്നിട്ട്. ഇത് രണ്ടും ഒരമ്മ പറ്റ മക്കളാണല്ലോ. ജോസഫ് മാഷിനെ പരമാവധി ദ്രോഹിക്കുക സഭ ചെയ്തത്. അതേ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ SDPI കന്യാസ്ത്രീകൾക്ക് വേണ്ടി കരയുന്നു ജയിലിട്ട്. ഇതിൻ്റെ പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യവും ആത്മാർത്ഥയില്ലായ്മയും തിരിച്ച് അറിയാൻ ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിന് കഴിയണം. എന്താ കഴിയാത്തത്? ചിലരുടെ പോക്കറ്റുകളിലെ ചില വസ്തുക്കൾ മാത്രമായിട്ട് ക്രിസ്ത്യാനികൾ മാറരുത്. നിങ്ങൾ സ്വതന്ത്രമായി ചിന്തിക്കണം. സത്യം അറിയുക, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുമെന്നാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. ആ സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിവേകത്തോടും ബുദ്ധിയോടും കൂടി പ്രവർത്തിക്കുക. രാഷ്ട്രീയ അടിമകളാകരുത്. BJPയുടെ അടിമയാകണ്ട, കോൺഗ്രസിൻ്റെ അടിമയാകണ്ട, CPMൻ്റെ അടിമയാകണ്ട, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അടിമയാകണ്ട. പിന്നെ ക്രിസ്ത്യാനികളോട് ഒരു വാക്കേ എനിക്ക് പറയാനുള്ളൂ. ലോകം മുഴുവനും നസ്രാനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്ത്യാനിയാണോ പീഡിപ്പിക്കപ്പെടണം. എങ്കിലേ അവൻ ക്രിസ്തുവിനുള്ളവനായി തീരും. അല്ലാതെ സുഖിപ്പിക്കുന്നവനുമായി തീരരുത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമം അനുഗ്രഹിക്കപ്പെടുമായിട്ട് നിങ്ങളെ അവരും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ.